ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ കോട്ടക്കലിനടുത്തുള്ള കോയിച്ചന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ മാമു ബസാർ റോഡ്, അതായത് MSP ക്യാമ്പിൻ്റെ എല്ലാം ഓപ്പോസിറ്റുള്ള റോഡാണ്. ഇപ്പോൾ റോഡ് പണി നടക്കുന്നുണ്ട്. അങ്ങനെ വഴികളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആണല്ലോ. അപ്പോൾ ക്യാമ്പിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ഉള്ളിലേക്കുള്ള റോഡാണ്. ഇവിടെ വന്നത് തെർഷീദേനെ കാണാനാണ്. ഒക്കെ പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്താം. തെർഷീദാക്കി ഉയരം കുറവാണ്, പിന്നെ നട്ടലിന് ചെറിയൊരു വളവുമാണ്. അപ്പോൾ ഒക്കെ പറ്റിയ ഒരാളെ കണ്ടെത്താനാണ് ഇവിടെ വന്നത്. ഇതായി കാണുന്നതാണ് അവരുടെ വീട് കേട്ടോ. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, കൂടെ ഉണ്ടാവുക. ഓക്കെ, നമുക്ക് അവരെ കാണാം. അപ്പോൾ ഇതാണ് ഇവരുടെ വീട് കേട്ടോ. അസ്സലാമു അലൈക്കും. ഇതാണ് തെർഷീദ. എന്തൊക്കെയാ വിശേഷം? സുഖല്ലേ? ഇത് ഉമ്മയാണ്. ഉമ്മയുടെ പേരെന്താ? നബീസ് അല്ലേ? എന്നാ ഇവിടെ ഇരുന്നോ സംസാരിക്കാം. തെർഷീദയ്ക്ക് ജന്മന ഉള്ളതാണോ ഈ പിന്നെ നട്ടലിന്റെ ബുദ്ധിമുട്ട്? പ്രസവത്തിൽ വന്നതാണോ? 2 മാസം കഴിഞ്ഞാരെ പിന്നെ ഒരു 3ാമത്തെ മാസത്തിൽ കണ്ടു തുടങ്ങിയതാണ്. നെഞ്ഞൊരു പാങ്ങനെ ഒരു പാകം ഉയർന്നിങ്ങനെ വില്ല. അങ്ങനെ ഇപ്പൊ അങ്ങനെ വളർച്ച കമ്മിയൊക്കെ ആയത്. ഉയരം എത്ര അടിയാ അറിയാവോടാ? 4 അടി. അപ്പൊ കറക്റ്റ് ഉയരം എത്രയാണ് എന്നുള്ള ഒരു അതറിയില്ല അല്ലെ. എന്തായാലും 4 അടി 4.5 അടി അത്രയൊക്കെ ആയിരിക്കും. അപ്പൊ ഇപ്പൊ നട്ടലിന്റെ ഈ ഒരു മുഴ പോലെ ഉണ്ട് ഈ മുതുകിന്റെ അടുത്തില്ല. അപ്പൊ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? വേദന എന്തെങ്കിലും ഉണ്ടോ? ഉരവേദന ഉണ്ട്. അത് എപ്പോ ഇങ്ങനെ നടക്കുമ്പോ ആണോ? അപ്പൊ കൊറേ നേരം നിക്കാനും കൊറേ നേരം നടക്കുമ്പോ ഇല്ലേ? കുറച്ചല്ല, ഇപ്പൊ കുറച്ചിരിക്കോ കുറച്ച് നിക്കോ അങ്ങനെ അല്ലേ? അങ്ങനെ എല്ലാം കൂടെ കുറച്ചിരിക്കൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? ഫുഡൊക്കെ ഉണ്ടാക്കലുണ്ടോ? അടുക്കള ഫുഡ് കൂട്ടാനൊക്കെ കുറച്ചൊക്കെ ഉണ്ടാക്കും. പിന്നെ മീൻ പൊരിച്ചല് അങ്ങനൊക്കെ ചെയ്യും. അതെ, പിന്നെ ഞാൻ ഒക്കെ ചെയ്യും. ആളെ കൊണ്ട് എടുപ്പിച്ചില്ല. അപ്പൊ അങ്ങനെ. അതെ അതെ അതെ. അപ്പൊ എത്ര വരെയ പഠിച്ചാടാ? എക്സാം ഒറ്റക്ക് എഴുതിയാണോ? ഏതേനും +2 സയൻസാ അല്ലെ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസ് അല്ലേ? ഓക്കെ. പിന്നെ ഉയരം ഓളത്ര തന്നെ ഉള്ള ഉയരം കുറവുള്ള അങ്ങനെയുള്ള ആലോചനയാണോ നോക്കുന്നത്, അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത? രണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ രണ്ടായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഓളത്രയൊക്കെ വേറെ ഉള്ള ഒരു ആലോചനയാണെങ്കിലും കുഴപ്പമില്ല. ജോലി ചെയ്ത് ഓളെ നോക്കാൻ പറ്റിയ ഒരാളായിരിക്കണം. അതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. അതെ. അപ്പോൾ ദർശിതയ്ക്ക് വേറെ ബുദ്ധിമുട്ടുകൾ, കൈക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഈ ഒരു പറഞ്ഞ ബുദ്ധിമുട്ടാണ് അല്ലേ? അതെ. പുറത്തേക്കൊക്കെ പോവാറുണ്ടോ? ഒറ്റയ്ക്ക് പോവാറുണ്ടോ? അതെ അതെ അതെ. മുഖത്ത് ഇങ്ങനെ ഒരു കുത്ത് ആദ്യം ഉള്ളതാണോ? ജന്മനാളിലാണ് അല്ലേ? നിങ്ങൾക്ക് എത്ര മക്കളാവുമാ? 5 മക്കള്. എത്ര ആൺകുട്ടികളാ? 3 ആണും 2 പെണ്ണും. മൂത്ത ആളെ കല്യാണം കഴിഞ്ഞില്ലേ? പെൺകുട്ടീന്റെ. ദർശിതയ്ക്ക് മാത്രാണോ ഈ ബുദ്ധിമുട്ട്? വേറെ മക്കളൊക്കെ എന്താ ചെയ്യുന്നേ? മക്കള് പിന്നെ വലിയ മോനെ ഇൻഡസ്ട്രി കമ്പനിയിലാണ്. രണ്ടാമത്തെ മോനെ പിന്നെ കർണാടക പിന്നെ ബേക്കറി കടയിലായിരുന്നു. ഇപ്പൊ പിന്നെ ഇന്റീരിയർ വർക്ക്. ഉപ്പ എന്നാ ചെയ്യുന്നേ? ഉപ്പാകപ്പ പിന്നെ കവറിങ് ഓത്തുണ്ടാവും, അധികം പോവും. പിന്നെ ഉസ്താദാണോ? ഉസ്താദായിരുന്നു. അങ്ങനെ അതിന്റെ ദിവസം എന്ത് പറ്റിയതാ? പിന്നെ വീണ് അത് പള്ളിക്ക് പുതിയ പള്ളി ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അവിടെ പിന്നെ പള്ളിക്കലായിരുന്നു. അപ്പൊ പിന്നെ അവിടുന്നാണ് പിന്നെ കുഴച്ചില് വന്നത്. ഇപ്പൊ വീണിട്ട് ഒരു ഭാഗം അങ്ങനെ തളർന്നു പോയതായിരുന്നു. ഇപ്പൊ അങ്ങനെ ഏകദേശം റെഡിയായി വന്നിക്കില്ല. അതിപ്പോ നടക്കാനൊക്കെ പറ്റിയുണ്ടല്ലേ? അപ്പൊ ഉസ്താദായിരുന്നു. അപ്പൊ അതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓളുടെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവർക്ക് 27 വയസ്സാണായത്. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം? ഒരു 30 അല്ലേ? ഒരു 35 അല്ലേ? 35-നുള്ളിൽ അല്ലേ? ഉമ്മ ആദ്യമായിട്ട് ക്യാമറേൻ്റെ മുമ്പിൽ വരുന്നോണ്ടേ ഉമ്മക്ക് എന്നാ പറയണ്ടേ, പറഞ്ഞാൽ തെറ്റിപ്പോന്നൊക്കെ ഉള്ള പേടിയാണ് കേട്ടോ. നിങ്ങളൊരു പേടിയും വിചാരിക്കണ്ട. നിങ്ങൾ ഈ ക്യാമറയൊന്നും കാണണ്ട, എൻ്റെ മുഖത്തോക്കി സംസാരിച്ചാൽ മതി കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഓൾക്ക് കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാവുക, അത്രേ ഉള്ളൂ. അത് കണ്ടിട്ട് ഒക്കെ നല്ലൊരു ആലോചന വരും അല്ലേ? തെർഷീദ വെറൈറ്റി പേരാണ് കേട്ടോ തെർഷീദൻ്റെ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്കൊരു 35 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആലോചനകളാണ് വേണ്ടത്. ദൂരം പ്രശ്നമുണ്ടോ നമുക്ക്? മലപ്പുറം ജില്ല മാത്രമാണോ നോക്കുന്നത്?
ദൂരാകുമ്പോഴേ ബുദ്ധിമുട്ടല്ലേ. ആ അപ്പോൾ മലപ്പുറം ജില്ലയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ തൊട്ടടുത്തുള്ള ജില്ലയാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ ആലോചനകളായിട്ട് വരിക, ഇൻഷാല്ല നമുക്ക് നോക്കാം. പിന്നെ ഓളെ മനസ്സിലാക്കുന്ന ഒരാൾ എവിടെയാണെങ്കിലും നമുക്ക് കണ്ടെത്തണം. +2 വരെ സ്ക്രൈബ് വെച്ചൊന്നുമല്ല, ഒറ്റയ്ക്ക് തന്നെ എക്സാം കാര്യങ്ങളൊക്കെ എഴുതിയത്. അതിനുശേഷം വേറെ എന്തെങ്കിലും പഠിക്കാൻ പോയിനാടാ? വേറെ ഒന്നിനും പോയില്ല. ഓൺലൈൻ ക്ലാസ് ആയിട്ട് പഠിച്ചിനോ? കംപ്ലീറ്റ് ചെയ്തില്ല അല്ലേ? എന്ത് ദർശിതാ? 10ാം ക്ലാസ് സ്ക്രൈബ് എഴുതിയതാ. ഇപ്പൊ +2 ഒറ്റയ്ക്ക് എഴുതിയത്. അത് ശരി. പിന്നെ ഇവിടത്തേക്ക് വഴി ഇല്ല അല്ലേ? അപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ. ഇവിടത്തേക്ക് വണ്ടി അങ്ങനെ. നിങ്ങളെ വീട് ഇവിടെ തന്നെ ആയിരുന്നോ? ഇത് വീട് ഇങ്ങനെ നിങ്ങൾ വാങ്ങിയതാണോ? അല്ല, വൈത്തുറമ്മ എടുത്ത് തന്നെ വീട്. സ്ഥലം വാങ്ങി കൊടുത്തിട്ട് അത് ശരി. ഇനി വഴിയാവണല്ലേ ഇത്രയും പെട്ടെന്ന്? പിന്നെ ഞങ്ങള് കടക്കെ വാങ്ങി പിന്നെ പൂർത്തിയാക്കിയാണ്. അതെ അതെ അതെ. അപ്പോൾ നമുക്ക് ഇവിടത്തേക്ക് വഴിയില്ല. അപ്പോൾ ആ ഒരു വിഷയമുണ്ട്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇൻഷാല്ല റോഡൊക്കെ പെട്ടെന്ന് തന്നെ ആവും എന്നാണ് ഇവർ പറഞ്ഞത്. അതെ, നടന്ന് കയറാൻ പറ്റാത്തോണ്ട് അല്ലേ? ആവൂല. അതെ അതെ. നല്ല ഏകദേശം നല്ല ഒരു നല്ല ബുദ്ധിമുട്ടുണ്ട് മുകളിലെത്താൻ. നല്ല കുത്തനുള്ള കയറ്റാണല്ലോ. ജോലിക്ക് പോയി മോളെ നോക്കാൻ പറ്റുന്ന ഒരാളെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓളെ പോരായ്മകൾ, ഓളെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. ഓളെ സ്വന്തം കാര്യങ്ങളൊക്കെ അവൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. അങ്ങനെ ഒരാളെ സഹായം അങ്ങനെയൊന്നും തീർച്ചയായിട്ടും ആവശ്യമില്ല അല്ലേ? അതെ. പിന്നെ കുക്കിംഗ് കാര്യത്തിൽ അത്യാവശ്യം അങ്ങനെ. പിന്നെ ഓളെ ഉയരത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ വേണമല്ലോ അല്ലേ? അപ്പോൾ ഈ ഊരേൻ്റെ ഒരു വേദന അല്ലാണ്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, സ്ഥിരമായിട്ട് ഗുളിക കഴിക്കുന്ന അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? തൈറോയിഡ് അങ്ങനെയൊന്നും ഇല്ലല്ലോ? അതെ അതെ. ഇൻഷാല്ലാ. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ വീഡിയോ ഇട്ടാൽ പലരും പല സ്ഥലത്തുനിന്ന് വിളിക്കും. നല്ലപോലെ അന്വേഷിച്ചിട്ട് മാത്രം കല്യാണമായിട്ട് മുമ്പോട്ട് പോവുക. ആർക്കും ഫോട്ടോ അയച്ചു കൊടുക്കണ്ട, അവളെ വീഡിയോ കോളൊന്നും വിളിക്കുന്ന അതിനൊന്നും നിൽക്കരുത്. നമ്മൾ വീഡിയോ എടുക്കുന്ന അവളെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ എന്നെ അന്വേഷിച്ചിട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, തെർശീത ഈ ഉമ്മയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന വരണം. ഓക്കെ, നട്ടലിൻ്റെ ഇവിടെ ഒരു പുറകിൽ ഇങ്ങനെ ഒരു മുഴ പോലെയാണ്. അത് നട്ടലിൻ്റെ ഒരു വളവ് കൊണ്ടുണ്ടായതാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഊരവേദന ചെറിയ രീതിയിലുണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് ഒരുപാട് നേരം നിൽക്കാനും ഒരുപാട് നേരം നടക്കാനും ഒരുപാട് നേരം ഇരിക്കാനും പറ്റില്ല. ഇപ്പോൾ കുറച്ച് നിൽക്കുക, കുറച്ചിരിക്കുക, അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. വേറെ വേദന കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. അവർക്ക് നടക്കുന്നതിന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓളെ കാര്യങ്ങളൊക്കെ ഓള് ചെയ്യും. പിന്നെ ഉയരം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു അളവ് പറയാൻ അറിയില്ല. 4-4.5 ആ ഒരു റേഞ്ചിലായിരിക്കും. ഓളത്ര ഉയരോ അല്ലെ ഓളെക്കാട്ടും കുറച്ച് ഉയരോ അല്ലെങ്കിൽ നല്ല ഉയരമുള്ള ആണെങ്കിലൊന്നും പ്രശ്നമില്ല. ഓളെ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആൾ തീർച്ചയായിട്ടും മുമ്പോട്ട് വരിക. കൂടുതലായിട്ടൊന്നും ഇല്ല. അപ്പോൾ 27 വയസ്സാണ്. അത് 35 വയസ്സിൻ്റെ ഉള്ളിൽ ഉസ്താദായിരുന്നു. ഇപ്പോൾ ഒരു ഭാഗം തളർന്നൊക്കെ പോയിട്ട് ഇപ്പോൾ റെഡിയായതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. 3 ആങ്ങളമാരുള്ളവരൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. ഇൻഷാല്ലാ. അപ്പോൾ ഇത്രയും പെട്ടെന്ന് നല്ലൊരാൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.